ഹലോ വിഷുവൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി എന്നറിയാം. എന്നാലും ദാ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ കുറേ പടക്കമൊക്കെ പൊട്ടിച്ചു കേട്ടോ. കാരണം ഇച്ചൂസിന് പടക്കം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ പടക്കം പൊട്ടിക്കാന്ന് വെച്ചു. അവളുടെ അച്ഛനാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ആൾക്ക് പേടി ഉണ്ടാവും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ആൾക്ക് ഒരു പേടിയില്ലായിരുന്നു. ആൾ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഈ പടക്കം പൊട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു ഫോൺ ഒരാളെടുത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പടക്കം പൊട്ടിക്കുന്ന രീതിയിൽ ആൾക്ക് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. ആൾ നല്ലപോലെ താഴേക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മേലെയാണ് പടക്കം പൊട്ടുന്നതെന്ന് ആൾക്കത് മനസ്സിലായില്ല. അങ്ങനെ ആ വീഡിയോ ആളുടെ കയ്യിൽ നിന്ന് ചീറ്റിപ്പോയി. ഇച്ചൂസ് പിന്നെ ഏത് പടക്കം പൊട്ടിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. കുറേ കമ്പിത്തിരിയൊക്കെ എടുത്ത് കൈ പിടിക്കണ്ടായിരുന്നു. അവൾക്ക് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ലായിരുന്നു. എല്ലാ പടക്കം പൊട്ടിക്കാനും ആള് റെഡിയാണ്. അപ്പോഴാണ് ഇത് ആ വീഡിയോ എടുത്ത് ചീറ്റിപ്പോയില്ലെങ്കിൽ സാരമില്ല, ഞാൻ ഈ കമ്പിത്തിരി കൊളുത്തി സന്തോഷിച്ചോളാന്ന് പറഞ്ഞു പോപ്പിയ കമ്പിത്തിരി കൊളുത്തിണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേര് വേണ്ടി വിഷ്ണുചക്രം കൊളുത്താൻ നിന്നതാണ്. പക്ഷെ പോപ്പിന്റെ മാത്രം കത്തിയില്ല. എന്നാലും വിടില്ല, ഞാൻ കത്തിക്കുന്നു പറഞ്ഞു പോപ്പി നോക്കി. പക്ഷെ അത് കത്തിയില്ല. ഫൈനലി ഇതാ അവൾ ഒറ്റയ്ക്ക് കത്തിക്കുന്നിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പടക്കവും പോപ്പിന് ചതിച്ചു. കരയണോ? എങ്ങനെ കരയണ? ആ പടക്കം പൊട്ടിച്ചപ്പം എല്ലാവരും ടീച്ചു സൗണ്ട് ഉണ്ടാക്കണമെന്നായിരുന്നു കേട്ടോ. പക്ഷെ ടീച്ചൂസിന്റെ സൗണ്ട് അല്ലായിരുന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത്. ബോംബൊക്കെ ഞങ്ങൾ കൈ കൊണ്ടെറിഞ്ഞേ പൊട്ടിക്കില്ല, താഴെ വെച്ചൊന്നും പൊട്ടിക്കില്ല എന്ന് പറയും. കുറെ ബോംബൊക്കെ പൊട്ടിക്കണ്ടായിരുന്നു കേട്ടോ. ഒന്നും സംഭവിച്ചില്ലല്ലേ? ഇച്ചൂസിന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ബോംബ് പൊട്ടിക്കുമ്പോൾ. എന്നാലും പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പടക്കവും പൊട്ടിക്കാൻ. പിന്നെ ഞങ്ങൾ നൈറ്റിലെ പടക്കമൊക്കെ ഞാൻ പൊട്ടിക്കുന്നൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഫുഡൊക്കെ കഴിക്കാൻ. ഫുഡൊക്കെ കഴിച്ചൊരു ഉറക്കം അങ്ങ് ഉറങ്ങി എണീക്കുമ്പോഴേക്കും കണി റെഡി. അച്ഛൻ കണിയൊക്കെ ഒരുക്കി പൂജയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളൊക്കെ കണിയാണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. സോ അവളെ ഞാൻ പോയി കണ്ണടച്ച് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരാം കേട്ടോ. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ എവിടെയും കൊണ്ടുപോയിടുമോ. അത് എൻ്റെ ഇച്ചൂസിനെ വിളിക്കാൻ വേണ്ടി പോയി. ഇച്ചൂസിന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഇച്ചൂസിനെ അവിടെ എണീപ്പിച്ചു കിട്ടോ കണി കാണാൻ വേണ്ടിയിട്ട്. ആദ്യമൊന്നും അവിടെ എണീറ്റില്ലായിരുന്നു. പിന്നെ ആൾ കണി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം ഒരു അനക്കം ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ ഇച്ചൂസും ഞങ്ങളും എല്ലാവരും കണി കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇച്ചൂസിന് അവർക്ക് ഇതിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞത് അച്ഛൻ പൂജയൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നു കേട്ടോ. ഇച്ചൂസിനെ അപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കായിട്ട് അച്ഛൻ കൈനീട്ടം തന്നു. ഈ കൈനീട്ടാണ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല ഒരു ചടങ്ങ്. വിഷു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കുറേ പൈസ കിട്ടുമല്ലോ എന്നാണ് ഞാൻ പണ്ട് മുതൽ ആലോചിക്കുക. പക്ഷെ ഇപ്പോഴും അതിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ. എല്ലാവരും പൈസ വാങ്ങി ഞാൻ പോയിട്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇനി ഒരാളും കൂടി ഉണ്ട്, എൻ്റെ അച്ഛമ്മ. എല്ലാ വർഷവും ഞാനാണ് കേട്ടോ അച്ഛമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കുക. പക്ഷെ ഈ പ്രാവശ്യം ഇച്ചൂസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മേൻ്റെ അടുത്തേക്ക് പോവാണ് ഇച്ചൂസ്. ഇച്ചൂസ് നല്ല ഹാപ്പിയാണ് കേട്ടോ. ഞാൻ കൈനീട്ടം കൊടുക്കുക അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ആളെടുത്തിട്ട് പോയത്. അങ്ങനെ അച്ഛമ്മയ്ക്ക് ഇച്ചൂസ് കൈനീട്ടം കൊടുത്തു. അങ്ങനെ ഇച്ചൂസും ഹാപ്പിയായി, അച്ഛമ്മയും ഹാപ്പി ആയിട്ടോ. അതൊക്കെ പാവം വേഗം കയ്യിൽ വാങ്ങിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടോ. ഫസ്റ്റ് വലിയൊരു മാലയാണ് ഞങ്ങൾ പൊട്ടിച്ചത്. കുറച്ചു നേരം ഞങ്ങൾ കുറെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒരു വിഷു ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ബൈ.